ഹൊസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലുള്ള സർഗവേനൽ അവധിക്കാല ക്യാമ്പ് ചെറുവത്തൂർ അച്ചാന്തുരുത്തി തേജസ്വിനി പുഴയോരത്ത് സമാപിച്ചു. പ്രായഭേദമന്യേയുള്ള നൂറുകണക്കിന് അംഗങ്ങൾ പങ്കെടുത്ത പരിപാടി സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി.കെ. മധു ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. അച്ചാന്തുരുത്തി ശ്രീനാരായണ ഗുരു സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയമാണ് ക്യാമ്പിന് ആതിഥ്യമരുളിയത്. ഹൊസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ കീഴിലുള്ള 13 തദ്ദേശ ഭരണ സ്ഥാപന പരിധിയിലെ 230 ഗ്രന്ഥശാലകളിൽ അവധിക്കാല വായനാ പരിപോഷണത്തിനായി ആവിഷ്കരിച്ച വായനാ വെളിച്ചത്തിന്റെ ഭാഗമായാണ് സർഗവേനൽ സംഗമം സംഘടിപ്പിച്ചത്. തേജസ്വിനി പുഴയോരത്ത് വെച്ച് നടത്തിയ ക്യാമ്പ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി.കെ. മധു ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാലയിൽ തന്നെ പുസ്തകം വായിക്കാൻ ഗ്രന്ഥശാലയിൽ തന്നെ പോകേണ്ട കാര്യമില്ല. നിങ്ങളുടെ സ്കൂളുകളിൽ നല്ല ലൈബ്രറികളുണ്ട്, നല്ല ലൈബ്രറികളുള്ള സ്കൂളുകളുണ്ട്, കോളേജുകളിൽ ലൈബ്രറി ഉണ്ട്. പക്ഷെ പലപ്പോഴും സ്കൂളിലെ ലൈബ്രറി എന്ന് പറഞ്ഞാൽ അതിന്റെ വാതില് അടഞ്ഞു തന്നെ കിടക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വായിക്കാൻ പുസ്തകം കൊടുത്തു പോയാൽ അതെന്തോ ക്രിമിനൽ കുറ്റമാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന കുറച്ചാളുകൾ നമ്മുടെ സ്കൂളുകളിൽ ഈ ലൈബ്രറിയുടെയൊക്കെ ചുമതലക്കാരായിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴത്തേക്ക് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ഹൈസ്കൂളുകളിലും ലൈബ്രറിയന്മാരെ ജില്ലാ പഞ്ചായത്ത് നേരിട്ട് നിയമിച്ചു. കാര്യം ലൈബ്രറിയൻ ഇല്ലെങ്കിൽ ഇത് തുറക്കാൻ പറ്റില്ല. അപ്പോഴും ഒരു പ്രശ്നം വന്നു. കാര്യം ഇതിന്റെ ലൈബിലിറ്റി ആർക്കാണ്? ടീച്ചർമാർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, ഈ പുസ്തകം കാണാതെ പോയാൽ പെൻഷൻ വാങ്ങാൻ പറ്റില്ല. അപ്പോൾ അതിന്റെ ലൈബിലിറ്റി എല്ലാം നമ്മൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ലൈബ്രറി തുറന്നു കൊടുക്കുകയും ഞാൻ പറഞ്ഞത്. സ്കൂളുകളിൽ നല്ല ലൈബ്രറി ഉണ്ട്, പക്ഷെ നമുക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ അവിടെ പോയി തിരഞ്ഞെടുത്ത് വായിക്കാൻ പലപ്പോഴും നമുക്ക് അവസരം ലഭിക്കാറില്ല. കോളേജുകളിൽ നല്ല കുറച്ചുകൂടി വ്യത്യസ്തമാണ്, നല്ല ലൈബ്രറിയാണ്. ഇനി വായനശാലയും സ്കൂളും കോളേജിലെ ലൈബ്രറി മാത്രമല്ല വായിക്കാൻ, ഇന്ന് പുതിയ സങ്കേതങ്ങളുണ്ട്. ചടങ്ങിൽ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി.വി. പ്രമീള അധ്യക്ഷയായി. ശ്രീനാരായണ ഗുരു സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ പ്രസിഡന്റായി ദീർഘകാലം പ്രവർത്തിച്ച വി. കുഞ്ഞമ്പാടിയെ വി.കെ. മധു ആദരിച്ചു. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ പി. പ്രഭാകരൻ, ഹൊസ്ദുർഗ് താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി. വേണുഗോപാലൻ, താലൂക്ക് സെക്രട്ടറി വി. ചന്ദ്രൻ, താലൂക്ക് ബാലവേദി കോർഡിനേറ്റർ സുനിൽ പട്ടേന തുടങ്ങിയവർ സംസാരിച്ചു. സമാപന കൂടിയിരിപ്പ് ഗ്രന്ഥലോകം ചീഫ് എഡിറ്റർ പി.വി.കെ. പനയാൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ടി.വി. ശ്രീജിത്ത് അധ്യക്ഷനായി. സിനിമാ താരം പി. കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.